വാടാനപ്പള്ളിയിൽ മദ്യലഹരിയിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പിടിയിൽ. മദ്യലഹരിയിൽ സുഹൃത്തിനെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട ശേഷം സിമന്റ് ഇഷ്ടിക കൊണ്ട് ക്രൂരമായി ആക്രമിച്ച് തലയിലും നെഞ്ചത്തും മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ കോട്ടയം കാഞ്ഞിരപ്പള്ളി വടക്കപ്പാറ വീട്ടിൽ സാജൻ ചാക്കോയെയാണ് വാടാനപ്പള്ളി പോലീസ് സംഭവസ്ഥലത്ത് നിന്നും പിടികൂടിയത്. അടൂർ പത്തനംതിട്ട സ്വദേശി പടിഞ്ഞാറ്റേതിൽ വീട്ടിൽ അനിൽകുമാർ എന്നയാളും സാജൻ ചാക്കോയും തൃത്തല്ലൂർ മോളു ബസാറിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ഡ്രൈവർമാരായി ജോലി ചെയ്യുന്നവരാണ്. ഇവർ ഒന്നിച്ചു താമസിച്ചു വരുന്ന മോളു ബസാറിന് സമീപത്തുള്ള വീടിന്റെ 1-ാം നിലയിൽ വെച്ച് മദ്യപിക്കുകയും തുടർന്നുണ്ടായ വാക്കുതർക്കത്തിനിടയിലാണ് കൊലപാതകവും ഉണ്ടായത്. സാജൻ കൊണ്ടുവന്ന ഒരു സ്റ്റാഫ് തന്നെയാണ്, ഡ്രൈവർ തന്നെയാണ് ഈ മരിച്ച അനിൽ എന്ന് പറയുന്നത്. അത് 3 മാസമായിട്ടുള്ളൂ അനിൽ ഇവിടെ ജോയിൻ ചെയ്തിട്ട്. ഇന്നലെ സാജൻ സപ്ലൈക്ക് പോയി കഴിഞ്ഞ് വന്ന് ഒരു 8 മണിയോടുകൂടി തിരിച്ചെത്തുകയും റൂമിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അവർ താമസിക്കുന്ന ഈ വീടിൻ്റെ മുകളിലത്തെ ഇതിലാണ് താമസിച്ചിരുന്നത്. അവിടെ ഭക്ഷണം കഴിക്കുകയും കാര്യങ്ങളും ചെയ്തു എന്നാണ് പറയുന്നത്. താഴെ മലയാളികളും 3-4 ഹിന്ദിക്കാരും താമസിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മുകളിൽ നിന്ന് വർത്തമാനം പറഞ്ഞ എന്തോ കാരണത്താലുണ്ടായി ഈ മരിച്ച അനിൽ താഴത്തേക്ക് ചാടുകയും ഒപ്പം തന്നെ സാജൻ പുറത്തേക്കുള്ള കോണിപ്പടി വഴി ഇറങ്ങി വരികയും ചെയ്തു. വരുന്ന വഴിയിൽ ഹോളോ ബ്രിക്സിൻ്റെ കല്ല് കാണുകയും അതെടുത്ത് ഈ മരിച്ച അനിയുടെ തലയിലടിച്ചു എന്നാണ് സാജൻ പോലീസിൽ വിളിച്ചു പറഞ്ഞ വിവരം. വാടാനപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ VS ബിനു, സബ് ഇൻസ്പെക്ടർമാരായ ശ്രീലക്ഷ്മി, റഫീഖ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാജ്കുമാർ, ജിനേഷ്, സിവിൽ പോലീസ് ഓഫീസർ അമൽ എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്.